നിങ്ങളുടെ ആദ്യ സാലറി വന്നു. നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. കമ്പനി പറഞ്ഞത് നിങ്ങളുടെ മാസ ശമ്പളം 4000 യൂറോ ആയിരിക്കുമെന്നാണ്. നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടി ഇന്ത്യയിലേക്ക് അപ്പോൾ എത്ര അയക്കാം, എത്ര സേവ് ചെയ്യാം, അത് വെച്ച് കുറച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുമല്ലോ. എന്നാൽ സാലറി അക്കൗണ്ട് ചെക്ക് ചെയ്തു. പക്ഷേ അവിടെ കാണുന്നത് വെറും 2650 യൂറോ മാത്രമാണ്. നിങ്ങൾ ആകെ ഞെട്ടി. ബാക്കി 1350 യൂറോ എവിടെ പോയി? കമ്പനി പണം കുറച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും അതിനകത്ത് അടിച്ചു മാറ്റിയോ, അല്ലെങ്കിൽ ജർമ്മനി നിയമം തന്നെയാണോ ഇങ്ങനെ? ഇന്ന് നമ്മളൊരു ജർമ്മൻ സാലറി സ്ലിപ്പ് തുറന്ന് വായിക്കാൻ പോവാണ്. ഓരോ വരിയും വായിക്കാം. ഈ വീഡിയോ കഴിഞ്ഞാൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്ക് സാലറി സ്ലിപ്പ് കണ്ടാൽ ഇനി ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. സേഫ് ഹോം ജർമ്മനിയുടെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സജിൻ. ജർമ്മനിയിലെത്തുന്ന പല ഇന്ത്യക്കാരും ആദ്യ ശമ്പളം കിട്ടിയ ദിവസം തന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്, സാർ കമ്പനി പറഞ്ഞ അല്ലെങ്കിൽ എംപ്ലോയർ പറഞ്ഞ സാലറി കിട്ടിയില്ല. അപ്പം ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, സാലറി സ്ലിപ്പ് കിട്ടിയായിരുന്നോ? മിക്കവരും പറയും ഇല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. കാരണം ജർമ്മനിയിൽ നിങ്ങളുടെ സാലറിയുടെ യഥാർത്ഥ കഥ പറയുന്നത് ബാങ്ക് അക്കൗണ്ട് അല്ല, സാലറി സ്ലിപ്പാണ്. ഒരുപാട് ആളുകൾ കരുതുന്നത് സാലറി വന്നാൽ മതി, സ്ലിപ്പ് എന്തിനാണ്. പക്ഷേ സാലറി സ്ലിപ്പ് എന്നത് ഒരു റെസിപ്റ്റ് അല്ല, അത് നിങ്ങളുടെ മാസ വരുമാനത്തിൻ്റെ ഒഫീഷ്യൽ റെക്കോർഡാണ്. നിങ്ങൾ എത്ര ഏൺ ചെയ്തു, എത്ര ടാക്സ് പിടിച്ചു, എത്ര ഇൻഷുറൻസിലേക്ക് പോയി, കമ്പനി എന്ത് ഡിഡക്റ്റ് ചെയ്തു, എല്ലാം അതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സാലറി സ്ലിപ്പ് ശ്രദ്ധിച്ചു വായിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഗ്രോസ് സാലറി, കമ്പനി ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സാലറി അത് അക്കൗണ്ടിൽ വരുന്ന സാലറിയാണോ? മിക്കവാറും അല്ല. ഇൻ്റർവ്യൂവിൽ പറയുന്നത് സാധാരണമായി ഗ്രോസ് സാലറി ആയിരിക്കും. അതാണ് ഡിഡക്ഷൻ ഒന്നും വരുന്നതിന് മുമ്പുള്ള തുക. ഇവിടെയാണ് പലരും ആദ്യത്തെ തെറ്റ് ചെയ്യുന്നത്. ഗ്രോസ് സാലറി കണ്ടിട്ട് അത് മുഴുവൻ കയ്യിൽ കിട്ടുമെന്ന് കരുതുന്നു. പിന്നെ പണം എവിടേക്കാണ് പോകുന്നത്? ഇവിടെയാണ് കഥ തുടങ്ങുന്നത്. ഗ്രോസ് സാലറിയിൽ നിന്ന് ചില നിയമപരമായ ഡിഡക്ഷനുകൾ വരും. അത് എംപ്ലോയർ അല്ലെങ്കിൽ കമ്പനി സ്വന്തമായി എടുക്കുന്ന പണമല്ല, ജർമ്മനിയുടെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് പോകുന്ന കോൺട്രിബ്യൂഷൻസും ബാധകമായ ടാക്സുമാകാം. ആയതിനാൽ പണം അപ്രത്യക്ഷമാകുന്നില്ല, അത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കപ്പെടുന്നു. ഇൻകം ടാക്സ്, ഇത് പലരും ചോദിക്കും, ഞാൻ ഇത്ര ടാക്സ് കൊടുക്കുന്നത് എന്തിനാണ്? ജർമ്മനിയിൽ ഇൻകം ടാക്സ് എന്നത് പൊതു സേവനങ്ങൾക്കും സർക്കാർ ചെലവുകൾക്കും ഉപയോഗിക്കുന്ന ഒരു പ്രധാന വരുമാന മാർഗമാണ്. എല്ലാവരും ഒരേ ടാക്സ് അടയ്ക്കണമെന്നില്ല. നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യങ്ങൾ, വരുമാനം, ടാക്സ് ക്ലാസ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനെ ബാധിക്കും. അതുകൊണ്ട് സുഹൃത്തിന് കിട്ടുന്ന നെറ്റ് സാലറി കണ്ടിട്ട് നിങ്ങളുടേതും അതുപോലെ ആയിരിക്കുമെന്ന് ഒരിക്കലും കരുതരുത്. അത് ചിലപ്പോൾ ഒരേ കമ്പനിയുടെ കീഴിലുള്ള വ്യത്യസ്ത ഹോസ്പിറ്റലിൽ പോലും വ്യത്യസ്തമായിട്ട് കാണിക്കാം. ഇൻഷുറൻസ്, ഇപ്പോൾ മറ്റൊരു വലിയ ചോദ്യം, സാലറി സ്ലിപ്പിൽ എന്തിനാണ് ഇത്ര ഇൻഷുറൻസ്? കാരണം ജർമ്മനിയിൽ സോഷ്യൽ ഇൻഷുറൻസ് സിസ്റ്റം വളരെ ശക്തമാണ്. ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ ഇൻഷുറൻസ്, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ്, ലോങ് ടേം കെയർ ഇൻഷുറൻസ്, ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളിൽ സുരക്ഷ നൽകാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളാണ്. ഇത് ഒരു ചെലവായി മാത്രം കാണരുത്, ഒരു സുരക്ഷാ സംവിധാനമായിട്ടും കാണണം. എന്താണ് നെറ്റ് സാലറി? ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരികെ വരാം. 4000 ഗ്രോസ് സാലറി, അക്കൗണ്ടിൽ വന്നത് 2650 യൂറോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, കമ്പനി പണം മോഷ്ടിച്ചതല്ല, ഗ്രോസ് സാലറിയിൽ നിന്ന് ബാധകമായ ഡിഡക്ഷൻസ് കഴിഞ്ഞ് ലഭിക്കുന്നതാണ് നെറ്റ് സാലറി. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്ന യഥാർത്ഥ തുക. ഇന്ത്യക്കാർ ചെയ്യുന്ന വിവിധ തെറ്റുകളൊക്കെ ഉണ്ട്. ആദ്യത്തെ തെറ്റാണ് സാലറി സ്ലിപ്പ് ഒരിക്കലും വായിക്കാറില്ല. ഇതുവരെ വായിക്കാത്തവരെ ആൾക്കാരുണ്ട്. രണ്ടാമത്തേത് ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. മൂന്നാമത്തേത് സുഹൃത്തിൻ്റെ സാലറിയുമായി സ്വന്തം സാലറി താരതമ്യം ചെയ്യുന്നു. പക്ഷേ ഓരോ വ്യക്തിയുടെയും സാഹചര്യം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട്
സാലറി സ്ലിപ്പ് മനസ്സിലാക്കാതെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. സാലറി സ്ലിപ്പ് നമ്മൾ എപ്പോൾ സൂക്ഷിക്കണം? ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു ലോൺ എടുക്കണം, അപ്പാർട്ട്മെന്റ് റെന്റ് ചെയ്യണം, വിസ റിന്യൂവൽ വേണം, പെർമനന്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ പലപ്പോഴും സാലറി സ്ലിപ്പ് ആവശ്യമായി വരാം. അതുകൊണ്ട് ഓരോ മാസത്തെയും സാലറി സ്ലിപ്പ് സുരക്ഷിതമായി സൂക്ഷിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇനി മുതൽ സാലറി വന്ന ബാങ്ക് ബാലൻസ് മാത്രം നിങ്ങൾ നോക്കരുത്. ആദ്യം സാലറി സ്ലിപ്പ് തുറക്കുക, ഓരോ വരിയും വായിക്കുക. എന്താണ് ഡിഡക്റ്റ് ചെയ്തത് എന്ന് നോക്കുക, എന്തുകൊണ്ട് ഡിഡക്റ്റ് ചെയ്തു എന്ന് നോക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് പ്രൊമോഷൻ നേടാം, സാലറി കൂടാം, പക്ഷേ സാലറി കൂടിയെന്ന് മാത്രം സന്തോഷിക്കരുത്. സാലറി സ്ലിപ്പ് വായിക്കാൻ അറിയുന്ന ആളാണ് യഥാർത്ഥത്തിൽ തൻ്റെ സാമ്പത്തിക ജീവിതം മനസ്സിലാക്കുന്നത്. ജർമ്മനിയിൽ വിജയിക്കാൻ ജർമ്മൻ ലാംഗ്വേജ് മാത്രം പോരാ, ജർമ്മൻ സിസ്റ്റം കൂടി മനസ്സിലാക്കണം. ഇതിൻ്റെ ആദ്യ പാഠമാണ് സാലറി സ്ലിപ്പ്. ഈ വീഡിയോ ജർമ്മനിയിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ജർമ്മനിയിലുള്ളവർക്കും അയച്ചു കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സേഫ് ഹോം ജർമ്മനിയിൽ നമ്മൾ ജർമ്മൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ. എല്ലാ ദിവസവും 7 മണിക്ക് അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഇതിനകത്ത് വീഡിയോസ് ഉണ്ട്. എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും അതിന് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Auf Wiedersehen.